ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആൻറ്റിറ്റിയെക്കുറിച്ച് പഠിച്ചു. ആൻറ്റിറ്റിയെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു. എവിടേക്കോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിക്കത്രയും കൂടുതൽ പറഞ്ഞു തരാനും എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഡൗട്ട് ചോദിക്കുന്നതോറും എനിക്കും അറിവ് കിട്ടും, നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഫ്യൂച്ചർ വാല്യൂ. ഫ്യൂച്ചർ വാല്യൂ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ തുടങ്ങാം. നമുക്കൊരു കാറ് മേടിക്കണം. കാറ് മേടിക്കാം. നമുക്ക് മാസത്തിലൊരു 10,000 രൂപ ശമ്പളമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് എമൗണ്ട്, അപ്പോൾ ഒരു 3,000 രൂപ എല്ലാ കൊല്ലവും, അതായത് മാസത്തിൽ ശമ്പളം കിട്ടുമ്പോൾ അതിലത്തെ 3,000 രൂപ നമ്മൾ സേവിങ്സ് ആയിട്ട് നമ്മൾ ബാങ്കിൽ കൊണ്ടുവരുന്നു. ഇതൊരു കാറ് മേടിക്കാനുള്ള ഡെപ്പോസിറ്റാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ 3,000 രൂപ മാസം നമ്മൾ ഇടുന്നുണ്ട്. അങ്ങനെ ഇടുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എമൗണ്ട് ഒരു ഇൻട്രസ്റ്റും കൂട്ടി വലിയൊരു എമൗണ്ട് ആവും. അങ്ങനെ അവസാനം നമുക്ക് കിട്ടുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുക. ഫ്യൂച്ചർ വാല്യൂവിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്യൂച്ചർ വാല്യൂ ഈസ് ദ വാല്യൂ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് സം ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചർ വാല്യൂ ഈസ് ദ വാല്യൂ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് at some time in the future. അപ്പോൾ സം ടൈം ഇൻ ദ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് ഒരു ഭാവിയിൽ ഇപ്പോൾ ഒരു 3,000 രൂപ ഒരു 5 വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ, അങ്ങനെ 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട്, ലാസ്റ്റ് ഇൻട്രസ്റ്റും ഒക്കെ കൂട്ടി കിട്ടുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുക. ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ടെക്സ്റ്റിലൊക്കെ പറഞ്ഞേക്കണം 3 ഫോർമുലാസ് ഉള്ളത്. ഫസ്റ്റ് ഫോർമുല നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല AN = P × 1 + i raised to n. ഈ ഫോർമുലയിൽ നമ്മൾ AN മാറ്റിയിട്ട് F ആക്കും. ദാറ്റ് ഈസ് ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു CF, ക്യാഷ് ഫ്ലോ, ഇൻറ്റു 1 + i raised to n. ഈ ക്വസ്റ്റ്യനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോർമുല നമ്മൾ ഉപയോഗിക്കുക ഓൺലി ഓൺ സിംഗിൾ ക്യാഷ് ഫ്ലോ. അതായത് സിംഗിൾ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തേക്കാണ് നമ്മൾ ചെയ്യണത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ 3,000 രൂപ മന്ത്ലി അല്ല ഇടുന്നത്. മന്ത്ലി ആയിട്ടല്ല. പകരം നമ്മളൊരു 3,000 രൂപ, ആ പറഞ്ഞ 3,000 തന്നെ, ആ 3,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്തു. ഈ എമൗണ്ട് ഒരു ഇതേ എമൗണ്ട് നമ്മൾ 3,000-ൻ്റെ അപ്പുറത്തേക്ക് ഒരു എമൗണ്ട് ഇടുന്നില്ല. അപ്പോൾ ഈ 3,000 ഇൻട്രസ്റ്റ് വെച്ച് കൂടി കുറച്ച് കാലം കഴിയുന്ന സമയത്ത് ഒരു എമൗണ്ട് ആവും. അങ്ങനെ അതും ഒരു ഫ്യൂച്ചർ വാല്യൂ ആണ്. അപ്പോൾ ഒറ്റ എമൗണ്ട് ഇട്ടിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് വരുന്ന, അങ്ങനെ ഒറ്റ വാല്യൂ ഇട്ടിട്ട് ഒറ്റ വാല്യൂവിനെയാണ്, അതായത് ഒറ്റ വാല്യൂ ഇടണമെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ, സിംഗിൾ ക്യാഷ് ഫ്ലോ എന്ന് പറയുക. അപ്പോൾ ഈ എക്സാമ്പിളിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഇന്ന് ഞാനൊരു ഇതിലായിട്ട് പറയുക, 5 വർഷം 3,000 രൂപ, 5 വർഷം കഴിഞ്ഞിട്ട് ഇത് ടൈമാണ്. റേറ്റ് 5%. ഇത് ഫസ്റ്റ് ഫോർമുല കേട്ടോ, അത് ഞാൻ എഴുതി. നമുക്കിതിൽ 3 ഫോർമുലാസാണ് പഠിക്കേണ്ടത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ 5%, ഈ 5% നമ്മൾ ഇട്ടിരിക്കുന്നത് 5 വർഷത്തേക്കാണ്. ഇതിൻ്റെ ഇടയിൽ വേറെ എമൗണ്ട് ഒന്നും ഇടുന്നില്ല, ഒറ്റ എമൗണ്ട് ഇടണുള്ളൂവെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് F = CF ×
1 plus I raised to n. That is equal to CF എന്ന് പറഞ്ഞാൽ 3000 ഇൻറ്റു 1 പ്ലസ് I എന്ന് പറഞ്ഞാൽ 0.5 raised to n. That is equal to 5. That is equal to സോറി കേട്ടോ 0.5 അല്ല 0.05 ഞാനതിൽ എഴുതി 0.05. അപ്പോൾ 1 പ്ലസ് 0.05 ഈസ് ഈക്വൽ റേസ് ടു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.276 ഇൻറ്റു 3000. ദാറ്റ് ഈസ് ഈക്വൽ ടു 3828.84. ഇതാണ് സിംഗിൾ ക്യാഷ് ഫ്ലോ ബേസിസിലാകുമ്പോൾ ഒറ്റ എമൗണ്ടേ നമ്മൾ ഇതിടുന്നുള്ളൂ, വേറെ എമൗണ്ട് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുലയാണിത്. അങ്ങനെ ചെയ്യുമ്പോൾ 3000 വെച്ച് ചെയ്ത് റേറ്റ് വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് 3.828.84. ഇനി അടുത്ത ഫോർമുല എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി റെഗുലർ. നമ്മൾ ആനുറ്റി റെഗുലറിനെ കുറിച്ച് പഠിച്ചു. ആനുറ്റി റെഗുലർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷത്തിൻ്റെയും അവസാനമാണ്, പ്ലേസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് പീരീഡ്. അതായത് ഇപ്പം കഴിഞ്ഞ് പറഞ്ഞ എക്സാമ്പിൾ തന്നെ 1 2 3 4 5 ഒരു എക്സാമ്പിൾ. ഓക്കെ, ടുഡേ 1 ഇയർ ഒരു വർഷം കഴിഞ്ഞ് 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം, ഇങ്ങനെ 5 വർഷം. ആനുറ്റി റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ മാതിരി ഇപ്പോൾ ഫസ്റ്റ് ഇയർ എന്ന് പറയണത്, അതായത് ഫസ്റ്റ് ഇയർ ആയിട്ട് നമ്മൾ കണക്കൂട്ടുക കഴിഞ്ഞ വർഷം അവസാനം, അതായത് ഡിസംബർ ലാസ്റ്റ് ഇട്ടിരിക്കുന്ന എമൗണ്ട് ആണ് അടുത്ത വർഷം, അതായത് ഒരു വർഷം എന്ന് കഴിച്ചിട്ട് കൂട്ടുക. അങ്ങനെ ഉപയോഗിക്കണം. ആനുറ്റി റെഗുലർ ബേസിസിലാണ്, അതായത് ഓരോ വർഷത്തിൻ്റെ അവസാനമാണ് എമൗണ്ട് ഇടുന്നത്. അതായത് കഴിഞ്ഞ ഫോർമുലയിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഒറ്റ വാല്യൂ ആണ്, അതായത് 3000 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വട്ടം ഇടുന്നുള്ളൂ, പിന്നെ ഇടുന്നില്ല. പക്ഷെ ആനുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മന്ത്ലി ബേസിസിൽ നമ്മൾ ഇടുന്നതാണെന്ന് നമ്മൾ ആനുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു. അത് അറിയാത്തവർക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് നോക്കാം, കഴിഞ്ഞ വീഡിയോയിൽ പോയി നോക്കിയാൽ അപ്പോൾ ആനുറ്റിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ആ കഴിഞ്ഞ എക്സാമ്പിൾ തന്നെ 3000 ആണ്. നമുക്കൊരു 10,000 രൂപയാണ് ശമ്പളമുള്ള ആൾ, 3000 രൂപ ആണ് സേവിങ്സ് ആയിട്ട് എടുത്തേക്കുന്നത്. ഈ 3000 രൂപ ഇയാൾ ഒരു തവണയല്ല, മന്ത്ലി മാസാമാസം അയാൾക്ക് പൈസ കിട്ടുന്ന സമയത്തും ആ മാസത്തിൻ്റെ അവസാനം ഇടുന്നു, ആ എമൗണ്ട് ഇടുന്നു. അപ്പോൾ 3000 3000 3000 3000 3000 അങ്ങനെ എല്ലാ മാസത്തിലും ആ മാസത്തിൻ്റെ അവസാനം 3000 രൂപ സേവിങ്സ് ആയിട്ട് എടുത്തു ചേർന്ന എമൗണ്ട് ബാങ്കിൽ കൊണ്ടിടും. അങ്ങനെ ആ കിട്ടുന്ന എമൗണ്ട് കഴിഞ്ഞ പറഞ്ഞ മാതിരി 5% ചെയ്യണത്. സാധാരണ നമ്മൾ നോക്കുന്ന സമയത്ത് 3000 + 3000 + 3000 + 3000 + 3000 ചെയ്ത് കഴിഞ്ഞാൽ 15,000 ആണ് ടോട്ടലായിട്ട് കിട്ടുക സാധാരണ. പക്ഷേ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻട്രസ്റ്റും കൂട്ടണം, പല കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ അവസാനത്തെ എമൗണ്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെ ആനുറ്റി റെഗുലറായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ANI = A × 1 + I raised to n - 1 / I. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ഫോർമുലയിൽ നമ്മൾ പറഞ്ഞ മാതിരി ക്യാഷ് ഫ്ലോ ആണ്. ഇതിൽ ക്യാഷ് ഫ്ലോ ഒറ്റ വട്ടമല്ല ഉപയോഗിക്കണം, അതുകൊണ്ടാണ് ഇവിടെ എമൗണ്ട് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഇടുന്ന എമൗണ്ട്. അപ്പോൾ ഈ എക്സാമ്പിളിൽ 3000 1 + I raised to n എന്ന് പറഞ്ഞാൽ 1 + ഞാനെന്താ പറയാൻ പറഞ്ഞത് 1 + 0.05 raised to 5
-1 ഡിവൈഡഡ് ബൈ 0.05. ഇങ്ങനെയാണ് ആനുറ്റി റെഗുലർ ആവുന്ന സമയത്ത്, അതായത് മാസം ഇടുന്ന മാസത്തിൻ്റെ അവസാനം ഇടുന്ന എമൗണ്ട് ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 3000 ഇൻറ്റു 0.27 ഡിവൈഡഡ് ബൈ 0.05 276 എന്ന് കൊടുക്കണം കേട്ടോ, ഡെസിമലാണ്. അപ്പോൾ 2.076 എന്നായി. അപ്പോൾ ഡിവൈഡഡ് 0.276 ഡിവൈഡഡ് ബൈ 0.05 ഈസ് ഈക്വൽ ടു 5.52 ഇൻറ്റു 3000. ദാറ്റ് ഈസ് ഈക്വൽ ടു 16,560. ഈ എമൗണ്ടും നമ്മൾ ഡയറക്റ്റ് ആഡ് ചെയ്യണ എമൗണ്ടിൽ നിന്നും വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് ആനുറ്റി റെഗുലർ ബേസിസിൽ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ മാസം അതായത് മന്ത്ലി ബേസിസിലോ അല്ലെങ്കിൽ ഇയർലി ബേസിസിലോ ആണ് ഇടുന്നതെങ്കിൽ ഈ ബേസിസിലാകുമ്പോൾ 5 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 5 വർഷം അങ്ങനെ നമുക്ക് ഇയർലി മന്ത്ലി ആയിട്ട് കണക്കൂട്ടാം. അങ്ങനെ ചെയ്യണ സമയത്ത് അവസാനം അയാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒക്കെ കൂടി കിട്ടുന്ന എമൗണ്ട്, അതാണ് ഫ്യൂച്ചർ വാല്യൂ. അപ്പോൾ 16,560 ആണ് ആനുറ്റി റെഗുലറിൻ്റെ ബേസിസിൽ ചെയ്യണ സമയത്ത് നമുക്ക് ഫ്യൂച്ചർ വാല്യൂ ആയിട്ട് കിട്ടുക. ഈ എക്സാമ്പിളിൽ അടുത്തത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് annuity due or annuity immediate. ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആനുറ്റി ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ആ മാസത്തിൻ്റെ ആദ്യം ഇടുന്ന എമൗണ്ടുകൾ, അതിനെയാണ് ആനുറ്റി ഇമ്മീഡിയറ്റ് എന്ന് പറയുക. അതിനെക്കുറിച്ച് ഞാൻ ആനുറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ ആണെങ്കിൽ, ബിഗിനിങ് ഓഫ് ദ ടൈം പീരീഡ് ആണെങ്കിൽ അതിനെയാണ് ആനുറ്റി ഇമ്മീഡിയറ്റ് ഓർ ആനുറ്റി ഡ്യൂ എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല, അതായത് ഇതിന് ഫോർമുല ആയിട്ടല്ല എഴുതിക്കുന്നത്, ഫോർമുല ആയിട്ട് എഴുതുകയാണെങ്കിൽ എഴുതേണ്ടത് a ഇൻറ്റു 1+i raised to n minus 1 divided by I into 1+i. അതായത് ഈ കേസിൽ ഈ ഫോർമുല നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഇതിലാകെ ഒറ്റ വ്യത്യാസമുള്ളൂ, 1+i ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആനുറ്റി റെഗുലർ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 1+i ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുറ്റി ഇമ്മീഡിയറ്റ് ഓർ ആനുറ്റി ഡ്യൂ, ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി ഡ്യൂ ഓർ ആനുറ്റി ഇമ്മീഡിയറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി റെഗുലർ ഇൻറ്റു 1+i. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയ എമൗണ്ട് 16,560 എന്നുള്ള എമൗണ്ടാണ്. ഇൻറ്റു 1+i ദാറ്റ് ഈസ് ഈക്വൽ ടു 1+i ഈക്വൽ ടു 1.05 ചെയ്ത് കഴിഞ്ഞാൽ ആനുറ്റി ഇമ്മീഡിയറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 17,388. ഇതാണ് ആനുറ്റി ഇമ്മീഡിയറ്റ്, ആനുറ്റി ഡ്യൂ ഓർ ആനുറ്റി ഇമ്മീഡിയറ്റിൻ്റെ കേസസിൽ നമുക്ക് വാല്യൂ കിട്ടുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഫ്യൂച്ചർ വാല്യൂവിനെ കുറിച്ച് പറഞ്ഞു. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കാം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ കമൻറ്റുമായിട്ട് അയക്കാം നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിലും. ഞാൻ പരമാവധി കമൻസൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം പറയാം. ഞാൻ ഉത്തരം പറഞ്ഞു തരുന്നതാണെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടി ഡൗട്ട് ക്ലിയർ ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ടെലിഗ്രാം ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് തരിക, അത്രയേ ഉള്ളൂ.